ലൈഫ് പാർട്ട്ണറെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ പ്രകടമാക്കുന്ന ചില സവിശേഷതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഭർത്താക്കന്മാരെ ഇഷ്ടമല്ലാതെ വരികയും അവരോട് അമിതമായ വെറുപ്പ് വരികയും അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രവണതകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മായാദേവി ലൈറ്റ് ഓഫ് മൈൻഡ്. മൗനം എന്ന് പറയുന്ന സംജ്ഞ നമ്മളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിലെ മൗനം കടന്നു വരുമ്പോൾ പരസ്പരം ഒന്നും തുറന്നു പറയാനില്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളത് തന്നെയാണ് സത്യം. അതായത് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ശിഥിലമാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് മൗനം എന്ന് പറയുന്നത്. ഒന്നും സംസാരിക്കാനില്ലാത്ത അവസ്ഥ, അവിടെ ഒരു മരവിപ്പ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധം ഒരു ബേർഡനായി ഭാരമായി തോന്നുകയും എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്നും എസ്കേപ്പ് ആയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ പരസ്പരം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് ലവ് ലൈഫിലാകാം അല്ലെങ്കിൽ ഫാമിലി ലൈഫിലാകാം, മൗനം കടന്നു വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രവണത എന്ന് പറയുന്നത് ഭർത്താവിനെ ഏത് സമയത്തും കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അയാൾ വളരെയധികം ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നാലും ഫാമിലി സപ്പോർട്ട് തന്നാലും ഏത് സമയത്തും എല്ലാ കാര്യങ്ങൾക്കും അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ അയാളെ ഉപേക്ഷിച്ച് കളയാനും തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണത്. രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് സ്വാർത്ഥമതികളാവുക എന്നുള്ളതാണ്. വളരെയധികം സെൽഫിഷ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവർ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുക, ഇഷ്ടപ്പെട്ട ജോലിയിൽ മുഴുകുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ആണോ അവർക്ക് ആവശ്യം അതെല്ലാം ചെയ്യുക, ഹസ്ബൻഡിനെ അതിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്തുക, ഒറ്റപ്പെടുത്തുക. അപ്പോൾ വളരെയധികം സ്വാർത്ഥമതികളായിട്ടുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും അവരുടെ ഭർത്താക്കന്മാരെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതിന് അത് വേണ്ട. അടുത്തത് വളരെയധികം സ്വാർത്ഥമതികളാവുക എന്നുള്ളതാണ്. അതായത് തൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട എൻ്റർടൈൻമെൻറ്റിൽ മുഴുകുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട ജോബ് ചെയ്യുക, പണം സമ്പാദിക്കുക, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തൻ്റെ ഭർത്താവിനെ ഒറ്റപ്പെടുത്താനും തന്നിൽ നിന്ന് ഒഴിവാക്കി കളയാനുമുള്ള സ്ത്രീകളുടെ പ്രവണതയായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ നിന്നും രഹസ്യം സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് തെളിവാണ് ഇതിനുള്ളത്. അതായത് തൻ്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും അയാളുമായിട്ട് ഓപ്പണായി ചർച്ച ചെയ്യാതെ രഹസ്യമായിട്ട് എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഒരിക്കലും അയാളുമായിട്ട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതെ സീക്രട്ടായിട്ട് ഏത് കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും തൻ്റെ പാർട്ട്ണറെ ഒഴിവാക്കാനുള്ള ഒരു തെളിവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ചില സ്ത്രീകൾ തൻ്റെ ഭർത്താവിനെ മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താവുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് തുടങ്ങും, കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. അയാൾക്ക് അതുണ്ട്, അയാൾക്ക് വലിയ ജോബാണ്, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, സമൂഹത്തിൽ വളരെയധികം അട്രാക്ഷൻ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് അയാളുടേത്, അങ്ങനത്തെ കാറാണ് അയാൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാകാം സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കാനുള്ള ഒരു പ്രവണതയാണ് അവളിൽ കണ്ടുവരുന്നത് എന്ന്. അതുപോലെ തന്നെ ഭർത്താവ് തന്നെ സമീപിക്കുമ്പോൾ, സ്നേഹത്തോടുകൂടി സമീപിക്കുമ്പോൾ, ഒരുപക്ഷെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഹഗ്ഗാവാം, അല്ലെങ്കിൽ ഒരു കിസ്സാകാം. എന്തായാലും ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മനസ്സോർന്നുള്ളൊരു ഓപ്പൺ സംഭാഷണമാകാം. തൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ പതുക്കെ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും, ഒഴിവായി പോകുന്നത് കാണാം. അതിൻ്റെ അർത്ഥം തൻ്റെ ഭർത്താവിന് വെറുപ്പാണെന്നും എങ്ങനെയെങ്കിലും ഇയാൾ ഒഴിഞ്ഞു മാറി പോയാൽ മതിയെന്നും എന്നുള്ളതാണ് ആ സ്ത്രീയുടെ മനസ്സിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാം. സ്ത്രീകൾ ചില ലോജിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. തർക്കം, അതായത് എന്തിനും തർക്കം ഏർപ്പെടുക. ഭർത്താവ് പറയുന്ന എല്ലാ കാര്യത്തിലും തർക്കിച്ച് താനാണ് ഒന്നാമതെന്നുള്ള ഹൈ ലെവലിൽ എത്തി നിൽക്കുക. അപ്പോൾ അയാൾ തോറ്റ് പിൻവാങ്ങാനായിട്ട് തുടങ്ങും. ഇവളോടിനി തർക്കത്തിന് പോയിട്ട് കാര്യമില്ല, എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതും സ്ത്രീകൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അടുത്തത് ഏകാന്തത കൂടുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഇവർ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കും. ഒറ്റയ്ക്കിരുന്നിട്ട് ടി വിയിൽ പ്രോഗ്രാം കാണുക, മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അനാവശ്യമായിട്ട് ചിലപ്പോൾ ബുക്കുകൾ വായിച്ചു കൊണ്ടിരിക്കുക, ഏതെങ്കിലും തുറന്ന പ്ലേസിൽ പോയിട്ട് സമാധാനപൂർവ്വം ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ ഏകാന്തത ഇവരെ വലയം ചെയ്യുമ്പോൾ ഇവർ ഇവരുടെ അവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെടുകയും ഇനി ഞാൻ മാത്രം മതി എൻ്റെ ലൈഫിലെന്ന് തീരുമാനിക്കുകയും ചെയ്യും. കാരണം അതൊരു കംഫർട്ട് സോണായിട്ട് ഇവർക്ക് തോന്നുകയും തൻ്റെ ഭർത്താവിനെ തന്നിൽ നിന്നും
അകറ്റാനായിട്ട് ഇവർ ഒരു തീരുമാനം മനസ്സിലെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഏകാന്തത അവർ ആസ്വദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യം അവർക്ക് ആവശ്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുപോലെ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹമുള്ള സ്ത്രീകൾ പുതിയ പുതിയ കാര്യങ്ങൾ തൻ്റെ ഹസ്ബൻഡിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാം പുതിയത് വേണം. പഴയതിനോട് അവർ വെറുപ്പ് പ്രകടിപ്പിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതാകുമ്പോൾ അയാൾ മടുക്കാൻ തുടങ്ങും. കാരണം അയാൾക്കുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലായിരിക്കാം. ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ തിരക്കുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ആവശ്യപ്പെടാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ചില സ്ത്രീകൾക്ക് ആഗ്രഹം കൂടുമെന്നുള്ളതാണ് മെറ്റീരിയൽ ലൈഫിനോട്. എന്ത് കണ്ടാലും ഏത് കണ്ടാലും അതിനോട് ആഗ്രഹം മൂത്തുവന്ന് അവർ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്ത് കാര്യം കണ്ടാലും ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ കാണുമ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ ഭർത്താക്കന്മാർക്ക് കഴിഞ്ഞില്ലെന്ന് വരും. അവിടെയും ബന്ധത്തിന് ഒരു വിള്ളൽ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വൈഫ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളെ ഒഴിവാക്കാനും നിങ്ങളെ വെറുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.